Hello everyone, welcome back to another episode with me. So in this video we are going to see what all are the benefits of working as a staff nurse in Saudi Arabia. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു നേഴ്സ് ഏതെങ്കിലും ഒരു യൂറോപ്യൻ നേഷനിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരം. ഒരിക്കലും സൗദി അറേബ്യയിൽ വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഞാൻ. IELTS പാസ്സായി ഏതെങ്കിലും ഒരു യൂറോപ്യൻ നേഷനിൽ പോയി സെറ്റിൽ ആവാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എല്ലാം വിധിയുടെ വിളയാട്ടം. ഞാൻ എത്തിച്ചേർന്നത് സൗദി അറേബ്യയിലാണ്. And I must tell you guys that this is the best decision that I ever made in my life, and here are my reasons for it. Why I think Saudi Arabia is the best? Because Saudi is a nation that provides a wide range of opportunities for nurses and doctors, also with a sound salary. Adu matramano, a tax-free income. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും 1 രൂപ പോലും നിങ്ങളിവിടെ നികുതി അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ഏതൊരു യൂറോപ്യൻ നേഷനിൽ പോവുകയാണെങ്കിലും നിങ്ങളുടെ സാലറിയിൽ നിന്നും പല വിധത്തിലുള്ള നികുതി ഡിഡക്റ്റ് ചെയ്തിട്ട് ശേഷമായിരിക്കും നിങ്ങൾക്കത് ബൈ ഹാൻഡ് കിട്ടുന്നത്. എന്നാൽ എനിക്കിവിടെ പ്രൗഡ്ലി എനിക്കിവിടെ പറയാൻ പറ്റും, നോട്ട് ജസ്റ്റ് ഇൻ സൗദി അറേബ്യ, ഇൻ എനി GCC, that all the nurses working in any GCC, they can proudly say that they are receiving the amount that are tax free. നിങ്ങൾക്ക് പറഞ്ഞിട്ടിരിക്കുന്ന ബേസിക് സാലറി 1 രൂപ പോലും കട്ടിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാ മാസവും കിട്ടും. സൗദി അറേബ്യയിൽ നിങ്ങളൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമായിരിക്കും ഫ്രീ അക്കോമഡേഷൻ. നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നതിന് 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. നമ്മുടെ ശമ്പളത്തിൽ നിന്നും അത് 1 രൂപ പോലും അവർ കട്ട് ചെയ്യത്തില്ല. അബ്സല്യൂട്ട്ലി ഇത് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് പേ ചെയ്യേണ്ടതില്ല. നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് പൈസ അടയ്ക്കേണ്ട, നമുക്ക് വെള്ളത്തിന് പൈസ അടയ്ക്കേണ്ട. ഈവൻ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ തന്നെ നമുക്ക് തരുന്ന ഫ്ലാറ്റ് എന്ന് പറയുന്നത് വെൽ ഫർണിഷ്ഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഓരോരോ നഴ്സുമാർക്ക് അവർ വരുന്ന സമയത്ത് അവർക്കുള്ള കട്ടില്, അവർക്കുള്ള ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, തലേണ, അതിൻ്റെ പില്ലോ കവറ്, പിന്നെ പുതപ്പ് എല്ലാം, ഈവൻ കുളിമുറിയിലേക്കുള്ള ബക്കറ്റും കപ്പും അടക്കം ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിവിടെ ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പുറത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഹോസ്പിറ്റലിൽ റൂം ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ നമ്മുടെ അക്കോമഡേഷനിൽ റൂം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പുറത്ത് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് തരും. ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും നഴ്സാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പുറത്ത് നിൽക്കാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും അലവൻസ് കിട്ടും. സൗദി അറേബ്യയിൽ സ്റ്റേ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണമാണ് ഫ്രീ ഫുഡ് ആൻഡ് അലവൻസ്. അതായത് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർ ഫുഡ് അലവൻസ് ആയിട്ട് തരുന്നത് ക്യാഷ് ആയിട്ടാണ് ഇങ്ങനെ തരുന്നത്. ഒരു മാസം എൻ്റെ ബേസിക് ശമ്പളം കൂടാതെ എനിക്ക് 300 റിയാൽ ഫുഡ് അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മാസത്തെ ചിലവ് ആ 300 റിയാൽ ഹോസ്പിറ്റൽ വക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ MOHയിലോ MODയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡായിട്ട് തന്നെ കിട്ടും, ഫ്രീ ഫുഡായിട്ട് കിട്ടും. നിങ്ങളുടെ 3 നേരത്തെ ഡ്യൂട്ടിക്ക് നിങ്ങൾക്ക് ഫുഡായിട്ട് തന്നെ അത് കിട്ടും, ഫ്രീ ആയിട്ട്. ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. നമ്മൾ മറ്റേതൊരു വെസ്റ്റേൺ കൺട്രിയിലോട്ടും പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രധാന നമ്മുടെ ചിലവ് പോകുന്ന ഒരു സെക്ടറാണ് മെഡിക്കൽ എന്ന് പറയുന്നത്. ഇവിടെ ഇൻ ഓർഡർ ടു കൺസൾട്ട് എ ഡോക്ടർ യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് ക്യൂ, യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ എൻ അപ്പോയിൻമെൻറ്റ്. ഇവിടെ എല്ലാം ഫ്രീയും കൂടി. അതിന് ഏതെങ്കിലും ഒരു മൈനർ സർജറി ആവട്ടെ അല്ലെങ്കിൽ ഡെലിവറി ആവട്ടെ, ഈവൻ ഡെലിവറി വരെയും അത് നമ്മുടെ ഇൻഷുറൻസിൽ കവർ ചെയ്യും. ഇനി ഇപ്പോൾ ഡെലിവറിയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ, നിങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾ കൺസീവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂ ഡേറ്റിന് 3 മാസം മുന്നേ നിങ്ങൾക്ക് പ്രീ മെറ്റേണിറ്റി ലീവും ഡെലിവറിക്ക് ശേഷം 3 മാസം നിങ്ങൾക്ക് പോസ്റ്റ് മെറ്റേണിറ്റി ലീവും കിട്ടും. അതുകൂടാതെ 1 ഇയറോളം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിന്നും 1 അവർ കുറച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി. അതും സൗദി അറേബ്യൻ ഗവൺമെൻറ് നമുക്ക് തരുന്ന ഒരു ബെനിഫിറ്റാണ്. ഇപ്പോൾ 8 അവർ ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് 7 അവർ വർക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ നാട്ടിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്തൊരു സംഭവം ഇവിടെയുണ്ട്. എന്താണത്? സിക്ക് ലീവ്. നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി ഒരു ഡോക്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ പ്രോപ്പർലി സീൻ ബൈ എ ഡോക്ടർ, ഇഫ് യു ഹാവ് ദ പ്രോപ്പർ പ്രൂഫ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് യു ഹാവ് ടേക്കൺ, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ എലിജിബിൾ ഫോർ എ സിക്ക് ലീവ്. ഇനി മറ്റൊരിടത്തും ഇല്ലാത്തൊരു ബെനിഫിറ്റും സൗദി അറേബ്യയിലുണ്ട്. എന്താണത്? ഇറ്റ്സ് എ പെയ്ഡ് വെക്കേഷൻ ആൻഡ് ദാറ്റ് വിത്ത് എ ടിക്കറ്റ്. നിങ്ങൾ ലോകത്തിൻ്റെ മറ്റേതൊരു ഭാഗത്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ടു റീച്ച് യുവർ ഹോം കൺട്രി യു നീഡ് ടു പേ എ ഹ്യൂജ് സം ഓഫ് മണി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഓൾസോ ഇപ്പോൾ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു ഫ്രീ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതെന്താ പൊളിക്കൂ. ഓരോ ഹോസ്പിറ്റലിലും അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓരോ ഹോസ്പിറ്റലിൻ്റെ പോളിസിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമാണ്. ചില ഹോസ്പിറ്റലുകൾ അബ്സല്യൂട്ട്ലി ടിക്കറ്റ് തന്നെ കൊടുക്കും, ഫ്രീ ആയിട്ട് ടിക്കറ്റ് തന്നെ കൊടുക്കും. മറ്റ് ചില ഹോസ്പിറ്റലുകളാവട്ടെ ഇത്ര പെർസെൻറ്റേജ് ഓഫ് മണി ആയിരിക്കും കൊടുക്കുന്നത്, ബാക്കി നമ്മളിങ്ങോട്ട് ഇട്ടിട്ട് ടിക്കറ്റ് എടുക്കണം. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ
എന്ന് പറയുന്നത് 2 വർഷം മുന്നേ വരെ കൊടുത്തോണ്ടിരുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ടിക്കറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പം ഒരു 1 ഇയർ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് മണി അവർ തരും. ബാക്കി നമ്മൾ പേ ചെയ്തിട്ട് നമ്മുടെ ടിക്കറ്റ് എടുക്കണം. ഇനി അത് നമുക്ക് വർഷാവർഷമാണ് നമ്മൾ പോകുന്നതെങ്കിൽ എവരി ഇയർ യു വിൽ ഗെറ്റ് 21 ഡേയ്സ് ഓഫ് വെക്കേഷൻ ആൻഡ് ദാറ്റ് ടു വിത്ത് പെയ്ഡ്. നമുക്ക് ആ 21 ദിവസവും നമുക്ക് ശമ്പളം കിട്ടും. ഇനി നമ്മൾ 2 ഇയറിലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് 42 ഡേയ്സ് ലീവ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇവിടുന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൽ നമുക്ക് ഇവിടുന്ന് ഫ്രീ ട്രാൻസ്പോർട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് കമ്മ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് യാതൊരു വിധത്തിലുള്ള പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഈ ഫ്രീ ട്രാൻസ്പോർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പല രീതികളിലും നമുക്ക് ആ ഫ്രീ ട്രാൻസ്പോർട്ട് എത്തിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എവരി മന്താണ് ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ, നമ്മുടെ ഗ്രോസറീസ് വാങ്ങിക്കാനായിട്ട് ഇവിടെ നിന്ന് ബത്തയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബത്തയിൽ നിന്ന് ഇവിടെ യൂഷ്വലി നമ്മളൊരു ഊബർ കാർ വിളിച്ച് പോവുകയാണെങ്കിൽ 50 റിയാലാണ് 1 റൂട്ട്. ഇവിടുന്ന് അങ്ങോട്ട് 50, അവിടെ നിന്ന് ഇങ്ങോട്ട് 50. ഇനി നമ്മൾ വില വേശുവാണെങ്കിൽ തന്നെ 45 തന്നെ എത്തും. 45 റിയാലെങ്കിലും കൊടുക്കണം. 50 റിയാൽ എന്ന് പറയുമ്പോൾ അത് 1000 രൂപയിൽ കൂടുതലാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പം 2000 രൂപ തന്നെ വണ്ടിക്കൂലി വരും. പക്ഷേ നമ്മൾ 5 പേര് കൂടുതലുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് കാർ വിട്ട് തരും. അപ്പോൾ അവിടെയും നമുക്ക് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും. ഞാൻ ഇത്രയും ബെനിഫിറ്റ് പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൻ്റെ എല്ലാ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സേവിങ് ആണ്. അതായത് ആലോചിച്ച് നോക്കിയേ, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ് അലവൻസ്, ഫ്രീ ട്രാൻസ്പോർട്ട്, ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടർ സപ്ലൈ, ഫ്രീ മെഡിക്കല്, ഫ്രീ ടിക്കറ്റ്, ഇതെല്ലാം ആണെങ്കിൽ നമുക്ക് നല്ല സേവിങ്സ് ഇവിടെ നിന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏതൊരു വെസ്റ്റേൺ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് പോകുന്നത് അവിടുത്തെ ലൈഫ് സ്റ്റൈലുകളിൽ, അവിടുത്തെ അക്കോമഡേഷൻ, ഇതുപോലെ ടിക്കറ്റ് എടുക്കുന്നതിന്, മെഡിക്കലിൻ്റെ കാര്യത്തിന് എല്ലാമാണ്. പക്ഷെ അതെല്ലാം ആബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു മാസം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അങ്ങേയറ്റം മാക്സിമം 500 റിയാലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ലാവിഷായിട്ട് നിങ്ങളുടെ ജീവിത ചെലവുകൾ, ഞാനൊരു നഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് 500 റിയാൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ. പിന്നെ ഞാൻ നാട്ടിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവം നമുക്ക് സൗദി അറേബ്യയിൽ ആവശ്യത്തിൽ എൻജോയ് ചെയ്യാനായിട്ട് കൊണ്ട് പറ്റുന്നുണ്ട്. അതായത് നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ജോലി കാണിക്കുന്നെന്ന് പറഞ്ഞിരുന്നാലും അതിനൊക്കെ പുല്ല് വിലയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സർവീസ് അതെന്ത് തന്നെ ആവട്ടെ, അതിനെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സർവീസിനെ അവർ നമുക്ക് എൻകറേജ്മെൻറ്റ് തരുന്നുണ്ട്. ലൈക്ക് ഇൻ ദ ഫോം ഓഫ് എംപ്ലോയ് ഓഫ് ദ മന്ത് അവാർഡ്, എംപ്ലോയ് ഓഫ് ദ ഇയർ അവാർഡ്. ഇത് കൂടാതെ ഇൻക്രിമെൻറ്റ് ഒക്കെ തന്ന് നമ്മൾ ചെയ്യുന്ന എഫേർട്ടുകളെ അവർ നമുക്ക് എൻകറേജ്മെൻറ്റ് തരാറുണ്ട്. As nurses, we must try to keep ourselves updated about the things that happening in the medical sector. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം സൗദി അറേബ്യ ഇവിടെ നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തില്ലാത്ത പല എക്യുപ്മെൻറ്റുകളും, നമ്മുടെ രാജ്യത്തില്ലാത്ത പല ടെക്നോളജീസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് എ ക്ലിനിക്. അവിടെ എന്ന് പറയുന്നത് അത്ര വലിയ അഡ്വാൻസ്മെൻ്റ് ഒന്നും അവിടെ ഇല്ല. ഞാൻ വർക്ക് ചെയ്തത് നാട്ടിൽ വെച്ച് സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹോസ്പിറ്റൽസിലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലിനിക്കിൽ അത്ര വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് റഫറൽ പോകുന്ന സമയത്ത് ചില ഹോസ്പിറ്റലുകൾ കണ്ടിട്ട് അയ്യോ, ഞാൻ ഭയങ്കര ഷോക്കായിട്ടുണ്ട് കേട്ടോ. കാരണം അത് ഹോസ്പിറ്റലാണോ അത് എയർപോർട്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അത്രയ്ക്ക് വാസ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ് ബൈ സീയിങ് ദാറ്റ്. ആൻഡ് എനിക്ക് അതൊക്കെ കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് റിസൾട്ട് ചെയ്യും. ഇത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിലും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ എൻഹാൻസ്മെൻറ്റിനും തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സൗദി അറേബ്യയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. സൗദി അറേബ്യ ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് നേഷൻസ് ഇൻ ദ വേൾഡ്. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? സൗദി അറേബ്യ എന്ന് പറയുന്നത് എസ്പെഷ്യലി പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് വളരെ സേഫായിട്ട് പുറത്ത് നടക്കാൻ പറ്റുന്ന, ഏത് പാതിരാത്രിക്കും എവിടെയും പോകാൻ പറ്റുന്ന ഒരു സേഫായിട്ടുള്ള ഒരു രാജ്യമാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. യു ക്യാൻ റോം എനിവെയർ ഇൻ സൗദി അറേബ്യ അറ്റ് എനി ടൈം വിത്ത് എനി വൺ. ദാറ്റ് ഈസ് വെരി സേഫ് ഹിയർ.
nobody is going to make any harm to you. You will be safe anywhere in Saudi Arabia. ഞാൻ ഒരിക്കല് അല്ലെങ്കിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ സൗദി അറേബ്യയിലോട്ട് വരില്ല എന്ന് ഞാൻ പണ്ടൊക്കെ തീരുമാനിച്ചിരുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിജാബും നിക്കാബും ഒക്കെ ഇടുന്നതായിരുന്നു. കാരണം നമ്മുടെ ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്. അപ്പോൾ ഞങ്ങളുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അതെന്ന് പറയുന്നത് ദ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ആണ് ഇങ്ങനെ ഹിജാബും ഇങ്ങനെ നിക്കാബ് ഈ കണ്ണ് മാത്രം കാണുന്നതിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ പണ്ട് സൗദിയിലോട്ട് വരുന്നതൊക്കെ തീരുമാനിച്ച സമയത്ത് എനിക്ക് വരാൻ ഇല്ലായിരുന്ന ഒരു സംഭവം അതാണ്. അയ്യോ ഞാനും അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് കറുത്ത ഡ്രസ്സ് മാത്രം ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിക്കാബ് ഇട്ട് നടക്കണമല്ലോ, എനിക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് വൺസ് ഐ റീച്ച്ഡ് സൗദി അറേബ്യ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഭയങ്കര ലിബറൽ ആണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് അവർ പല തലമുറകളായിട്ട് സെഞ്ചുറീസ് ആയിട്ട് അവര് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രഡീഷനാണ് ഈ ഹിജാബ് നിക്കാബ് എന്ന് പറയുന്നത്. അതിപ്പം ഇപ്പോൾ ഉള്ള ഒരു 2000 ഒക്കെ ശേഷമുള്ള നമ്മൾ ഈ ജെൻസി എന്ന് വിളിക്കുന്ന കുട്ടികളൊന്നും അങ്ങനെ തലത്തിനിടുന്നവരോ അല്ല. അവര് ഹെയർ കളറൊക്കെ ചെയ്ത് നല്ലതുപോലെ ഫ്രീഡം എൻജോയ് ചെയ്ത് നടക്കുന്നവരാണ്. ഇവിടെ അങ്ങനെ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നതേ ഇല്ല. ഈവൻ ഇഫ് യു ആർ എ മുസ്ലിം ഓൾസോ നോബഡി വിൽ ഫോഴ്സ് യു ടു വെയർ എ ഹിജാബ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ വെയർ ദാറ്റ്. ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് യു വിൽ ഹാവ് ഓൾ ദ ഫ്രീഡം ഫോർ നോട്ട് ടു വെയർ ഇറ്റ്. ഇവിടെ നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യത്തില്ല. ഇവിടെ വളരെയധികം നമുക്ക് ഫ്രീഡം ഉള്ളൊരു രാജ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടാം. ഞാൻ നാട്ടിൽ ഉപയോഗിച്ചതിനേക്കാളും ജീൻസ് ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ള സൗദി അറേബ്യയിൽ വന്നിട്ടാണ്. അത് പറയുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിരിക്കും, കേൾക്കുന്നവർക്ക് അത് ചിലപ്പം തമാശയായിട്ട് തോന്നുമായിരിക്കും. പക്ഷേങ്കിൽ ഇവിടെ നല്ല ഫ്രീഡം ഉണ്ടെന്ന് പറയാനെ കൊണ്ട് ഞാൻ ഒന്ന് എക്സാംപ്ലിഫൈ ചെയ്തതാണ്. ദിസ് നേഷൻ പ്രൊവൈഡ്സ് എ വെരി ഗുഡ് എമൗണ്ട് ഓഫ് ഫ്രീഡം ടു ഓൾ ദ വിമൻ ആൻഡ് ഐ ആം സോ ഹാപ്പി ടു ബി ഹിയർ. നമ്മൾ മറ്റേത് രാജ്യത്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് എക്സ്പെൻസീവ് ആവുന്ന മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് റീചാർജ് ചെയ്യുക, ഫോൺ റീചാർജ് ചെയ്യുക എന്ന് പറയുന്നതാണ്. സൗദി അറേബ്യയിൽ ഫ്രീ ഒന്നുമല്ല, അതും സൗദി അറേബ്യയിൽ ഒരു എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ്. കാരണം നിങ്ങളുടെ റീചാർജ് ചെയ്യുന്ന എമൗണ്ട് കൂടാതെ നമ്മൾ 15% ടാക്സ് അങ്ങോട്ട് അടയ്ക്കുകയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സിം എന്ന് പറയുന്നത് റെഡ് ബുള്ളാണ്. നമുക്കിവിടെ പ്രധാനമായിട്ടുള്ള സിമ്മുകൾ എന്ന് പറയുന്നത് റെഡ് ബുള്ള്, മൊബിലി, STG ഒക്കെയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് ബുള്ളാണ്. ഞാൻ എല്ലാ മാസം 80 രൂപയ്ക്കാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ 80 രൂപ പ്ലസ് അതിൻ്റെ 15% വാല്യൂ ടാക്സും കൂടെ ചേർത്തിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് യു ക്യാൻ ഫൈൻഡ് എ ഫ്രീ വൈഫൈ എനിവെയർ. നിങ്ങൾ പോകുന്ന മാളുകളിലാവട്ടെ, ബസ് സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, ഹോസ്പിറ്റൽസിലാവട്ടെ, കഫേയിലാവട്ടെ, ഹോട്ടൽസിലൊക്കെ ആവട്ടെ, യു വിൽ ഗെറ്റ് എ ഫ്രീ വൈഫൈ. അതെന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു കാര്യമല്ലേ. എൻ്റെ ചില ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ മാളിലൊക്കെ പോയിട്ട് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരും. അതൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ നിങ്ങൾക്ക് ഫ്രീ വൈഫൈ കിട്ടുക എന്ന് പറയുന്നത്. സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യം തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു എമർജൻസി ആണെങ്കിൽ തന്നെയും നമുക്ക് പെട്ടെന്നുകൂടി നമുക്ക് ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലെത്താവുന്ന അത്ര ദൂരം തന്നെ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂർ ദൂരം മാത്രമേ സൗദി അറേബ്യ ഫ്ലൈറ്റിൽ വരുന്നുള്ളൂ. ഞാൻ ട്രിവാൻഡ്രം ആണ്. അപ്പോൾ സിംഗിൾ ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്രം റിയാദ് ടു ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ 6 hours ഓഫ് ജേർണി. അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് പൊതി കെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ആ ചോറ് ചൂടാറുന്നതിന് മുന്നേ നിങ്ങൾക്ക് റിയാദിൽ വന്നിട്ട് ചോറ് കഴിക്കാം. അതെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ. അതായത് അത്രയും ഡിസ്റ്റൻസ് വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി നാട്ടിലെത്താൻ പറ്റുന്ന ഒരു ദൂരമേ സൗദി അറേബ്യ ഉള്ളൂ. അതുകൊണ്ട് നോക്കുമ്പം സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾക്ക് വർക്ക് ചെയ്യുകയും ഇടയ്ക്ക് വീട്ടിലൊക്കെ പോകാൻ പറ്റുന്നതും ട്രാവൽ എക്സ്പെൻസും എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. ആൻഡ് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ലോ പ്രോസസ്സിങ് ടൈമാണ്. നിങ്ങൾ വേറെ ഏതൊരു കൺട്രിയിലോട്ടും പോകാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് മന്ത്സ് ടു ഇയേഴ്സ് എടുക്കും അല്ലേ. ഈവൻ 1 വർഷത്തോളം 1.5 വർഷത്തോളം ഒക്കെ പ്രോസസ്സിങ്ങിന് സമയമെടുക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ സൗദി അറേബ്യ എന്ന് പറയുന്നത് മാക്സിമം 4 to 6 months നിങ്ങൾക്ക് കയറി വരാനായിട്ട് പറ്റും. മാക്സിമം ഫോർ മീ ഇറ്റ് ഓൺലി ടുക്ക് 4 months. എന്നെ സംബന്ധിച്ചിടത്തോളം 4 മാസത്തിനുള്ളിൽ എനിക്ക് കയറി വരാനായിട്ട് സാധിച്ചു. ഇവിടെ ആകെ വരുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ ഫ്ലോ, രജിസ്ട്രേഷൻ, വിസ അറ്റസ്റ്റേഷൻ, സ്റ്റാമ്പിങ്, ഇൻ്റർവ്യൂ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കയറി വരാനായിട്ടുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കൺട്രീസിലോട്ട് പോകാനെ കൊണ്ട് പ്ലാൻ ചെയ്തൊരു വ്യക്തിയാണ്. ലൈക്ക് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഫ്രം UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പിന്നെ തീർന്നില്ലല്ലോ. പിന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ എത്തി നിന്നത് എവിടെയായിരുന്നു? ഡെൻമാർക്ക്.
ഡെൻമാർക്ക്, ജർമ്മനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സൗദിയിലേക്ക്, അതെല്ലാം നടക്കാണ്ടായിട്ടാണ് ഞാൻ പിന്നെ സൗദി തിരഞ്ഞെടുത്തത്. സോ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാണ്, സൗദിയിൽ എന്ന് പറയുന്നത് പ്രോസസ്സിങ് ടൈം വളരെ ചുരുക്കമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടി കയറി വരാനായിട്ട് പറ്റും. കാരണം ഇവിടെ പ്രോസസ്സിങ് ടൈം വളരെ കുറവാണ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഒരു നേഴ്സ് നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കണം. ജീവിതത്തിൽ ഒരു ലൈഫ് ടേണിങ് അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുക്കാൻ തീർച്ചയായിട്ടും അത് അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഏതൊരു രാജ്യത്ത് പോകുന്നതിന് മുന്നേ അവിടെ കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ ഒട്ടും വരാൻ ആഗ്രഹിക്കാതിരുന്നിട്ട് കൂടിയും ഞാൻ ഇവിടെ വന്നെത്തിയത് കൊണ്ടാണ്, ഈ മണ്ണിലെത്തി ഈ രാജ്യത്ത് എനിക്ക് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് പച്ച പിടിച്ചത്, അല്ലെങ്കിൽ ഒന്ന് ഗതി പിടിച്ചത്. സത്യം, ഞാൻ ഒരു ഐ എം എ മെമ്പർ ഓഫ് എ മിഡിൽ ക്ലാസ് ഫാമിലി. ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഒരു നിലയും വില എത്തിയതൊക്കെ ഈ രാജ്യത്ത് എത്തിയതിന് ശേഷം മാത്രമാണ്. ഈ രാജ്യത്തെത്തി ഈ മണ്ണിൽ പണിയെടുത്തിട്ടാണ് എൻ്റെ ജീവിതം ഞാനൊന്ന് കരപിടിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടാൻ സാധിച്ചത്, 10 പൈസ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത നഴ്സുമാരാണ്. ഞങ്ങൾ ഈ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഞാൻ ഇവിടെ വന്നു 1.5 വർഷത്തിന് ശേഷം എനിക്കൊരു വീട് വെക്കാനായിട്ട് സാധിച്ചു. എല്ലാം ഇവിടെ എത്തിയതിന് ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിലെ മെമ്പറാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറേ പൈസ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷനാണ്. നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാനൊക്കെ കൊണ്ട് സൗദി അറേബ്യ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. അല്ല, നിങ്ങൾ ലൈഫ് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ നേഷനായിരിക്കും ബെറ്റർ. അപ്പം നമ്മൾ കുറച്ചും കൂടെ ജീവിതം ആസ്വദിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ നേഷനായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കുറച്ച് പണം, നിങ്ങൾക്ക് കുറേ കടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കണം ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യ തന്നെയായിരിക്കും ഏറ്റവും നല്ല ഒരു ഐഡിയ എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് പൈസ സേവ് ചെയ്യാൻ സാധിച്ചത്. എന്നെ കെട്ടിച്ച കടങ്ങൾ എനിക്ക് വീട്ടാനായിട്ട് സാധിച്ചത്, എന്നെ പഠിപ്പിച്ച കടങ്ങൾ എനിക്ക് വീട്ടാനായിട്ട് സാധിച്ചത്, എൻ്റെ വീട്ടുകാരെ എനിക്ക് സഹായിക്കാൻ സാധിച്ചത്. ആൻഡ് ഓൾ that things happened in my life just because I came to this land. I worked here, I earned money, I earned a good name in my family and the society just because I came here. So that's all about today's video, and thank you for spending your valuable time to watch my video. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല എൻ്റെ വീഡിയോ കാണാൻ, എന്നാലും ഇത് 10 പേരാണെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ചെയ്തോട്ടെ. So definitely I'm really thankful because you guys are spending your valuable time to watch my video. So please do subscribe my channel, please do encourage me. So it's me, Alina. Tata, bye bye.